ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഉള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ ഈ ഒരു സ്നാക്സ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിന് മുന്നേ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതൊന്ന് ചേർത്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞത് ചേർത്തെടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതും കൂടി ഒന്ന് മൂത്ത് വന്നാൽ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി ഒന്ന് കൊത്തിയരിഞ്ഞിട്ട് അതും കൂടി ഒന്ന് ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഉള്ളിയൊക്കെ പച്ചമുളകൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ക്യാരറ്റ് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ചേർത്തെടുക്കുന്നുണ്ട്. ഇത് കുറച്ചൊരു കനത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗ്രേറ്റ് എടുത്തിട്ടും ഇതിലേക്ക് ചേർത്തെടുക്കുക. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് വേവുന്നത് വരെ നമുക്കിതൊന്ന് ഒരു മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. 1 മിനിറ്റ് മാത്രം മതി. ആ ഒരു സമയം കൊണ്ട് ഈ ക്യാരറ്റൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ക്യാരറ്റ് ഇവിടെ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ക്യാബേജ് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാപ്സിക്കം കൂടെ ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ക്യാബേജും ക്യാപ്സിക്കും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. ഒന്ന് ചൂടായി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തെടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്തെടുക്കുക. 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ഒന്ന് ചതച്ചെടുത്തത് അതും കൂടി ഒന്ന് ചേർത്തെടുക്കുന്നുണ്ട്. ഈ ചെറിയ ജീരകം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്തെടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ സോസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവിൽ എടുക്കുക. അതുപോലെ തന്നെ ചില്ലി സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു പൊട്ടാറ്റോ വേവിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു പൊട്ടാറ്റോക്ക് പകരം നിങ്ങൾക്ക് മൈദാപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ഇതിലേക്കൊന്ന് ചേർത്തിട്ട് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ അതെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ടാക്കിയതിന് ശേഷം ഒന്ന് കുഴൽ വെച്ചിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് മൈദ ഒരു 2 ടേബിൾ സ്പൂണോളം മൈദ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും 4 ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊന്ന് മറിച്ചിട്ടിട്ട് ഇതുപോലൊന്ന് ഷേപ്പാക്കിയിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കുക. അതിൻ്റെ തലഭാഗത്തേക്ക് പിടിച്ചിട്ട് ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ചെറിയ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സാൻഡ്വിച്ചിൻ്റെ ബ്രെഡൊക്കെ ആണെങ്കിൽ
അതും ഇതിലേക്കിട്ട് യൂസ് ചെയ്യാം. ചെറിയ ബ്രെഡാണെങ്കിലും ഇതുപോലെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നല്ലോണം ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കുക. മൈദാപ്പൊടി തേച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അളവിനനുസരിച്ച് ഇതുപോലെ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു മുട്ട ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുക. നല്ല രീതിയിലൊന്ന് ഈ ഒരു ബ്രെഡ് ക്രംസിലിട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇനി എല്ലാതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ എല്ലാതും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇത് ഓരോന്നും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ 2 മിനിറ്റൊക്കെ ആയാൽ നമുക്ക് മറു സൈഡ് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും ഇവിടെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റി വെക്കാം. അപ്പോൾ ആദ്യത്തേത് ഇവിടെ കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉള്ളിലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഇഫ്താറിന് എല്ലാവരും മറക്കാതെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.